നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അപ്പൊ കുണ്ടിക്കാ ചേച്ചി. നമസ്കാരം. ലോകത്തുള്ള എന്ത് വൃത്തികേടും കാട്ടിക്കൂട്ടാവുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നല്ലതിനെക്കാട്ടിലും കൂടുതൽ ചീത്ത കാര്യങ്ങളാണ്. ലൈക്സിനും വ്യൂവേഴ്സിനും വേണ്ടി എന്ത് തോന്നിവാസവും കാട്ടിക്കൂട്ടാം എന്നായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവർക്കും. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പണ്ടൊക്കെ മലയാളികൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതില്ല. എന്ത് തോന്നിവാസവും നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി കാട്ടിക്കൂട്ടാമെന്നായി. അതിലൊരു കാര്യമാണ് പ്രാങ്ക് കോൾ. അതായത് ഒരു മനുഷ്യനെ വിഡ്ഢിയാക്കുക, പറ്റിക്കുക. ഇത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഇമ്പാക്റ്റ് ഒന്നും അല്ല തരുന്നത്. അത് സീരിയസ് ആയി ചെയ്യുന്നവരുണ്ടാവും, തമാശ രൂപത്തിൽ ചെയ്യുന്നവരുണ്ടാവും. സീരിയസ് ആയിട്ട് ഒരു ഫാമിലി മെമ്പേഴ്സിന് ഒരു അപകടം പറ്റി എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് അത് കേൾക്കുമുണ്ടാവുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പ്രാങ്ക് കോൾ എന്ന് പറയുന്നത് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമൊന്നുമല്ല. കൊടുക്കുന്ന ആൾക്ക് ഇതിലൂടെ എന്ത് സുഖമാണ് എന്ന് കിട്ടുന്ന എനിക്കറിയില്ല. ചിലപ്പോൾ തമാശ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വിനോദത്തിന് വേണ്ടിയായിരിക്കും. എന്നാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം കാണിച്ചത് RJ അഞ്ജലി എന്ന് പറയുന്ന ഒരാളുടെ പ്രാങ്ക് കോൾ വീഡിയോ ആയിരുന്നു. അവളുടെ യൂട്യൂബ് ചാനൽ എടുത്താൽ നമുക്ക് കാണാം, കൂടുതലും ഇതുപോലെ പ്രാങ്ക് കോൾ വീഡിയോ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ വ്യക്തിയെ വിളിച്ചിട്ട് ആദ്യം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അതിനുശേഷം പറ്റിക്കുന്നു. അപ്പം നമ്മൾ കണ്ടത് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ആദ്യം ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം എൻ്റെ പല ഭാഗങ്ങളിൽ മെഹന്തി ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്നതാണ്. ഏതായാലും നമുക്ക് ആ വീഡിയോ 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ഫ്രണ്ട് പേരെന്താ? നിഷാന. അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് 26-ന് വെഡിങ് ആണോ? ഓ ഓക്കെ. എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്നുവെച്ചാൽ ഇതിപ്പോ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ? കൈക്ക് എത്ര? മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കേട്ടില്ല അവർ ചോദിക്കുന്നത്? ഒരു സ്ത്രീയെ വിളിച്ച് ചോദിക്കാവുന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഒരു സാധാരണ മെഹന്തി ആർട്ടിസ്റ്റ്, കയ്യിലും കാലിലും ഒക്കെ മൈലാഞ്ചിരുന്ന ഒരു സാധാരണ മെഹന്തി ആർട്ടിസ്റ്റ്, ഇതുപോലൊരു കോളൊക്കെ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന നാണക്കേട് എത്രയായിരിക്കും? ഞാനിവരുടെ ഇതിനു മുമ്പേയും ഒരുപാട് പ്രാങ്ക് കോൾ വീഡിയോ ഒക്കെ അവരുടെ യൂട്യൂബ് കണ്ടിട്ടുണ്ട്. എനിക്കത്ര വലിയ തമാശയായിട്ടൊന്നും അവർ ചെയ്യുന്നത് എനിക്ക് തോന്നിയില്ല. കാരണം പെട്ടെന്ന് ഇതുപോലെയൊക്കെ ഒരാളെ വിളിക്കുമ്പം, സാധാരണക്കാരെയൊക്കെ വിളിക്കുമ്പം അവർക്കുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നും ആയിരിക്കില്ല. ഇവർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടു. ഞാൻ വേണമെങ്കിൽ വന്ന് ഇട്ട് തരാമെന്ന്. ഈ കമൻറ്റ് പറയുന്നവരും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇവർ അങ്ങനെയാണല്ലോ ചോദിച്ചത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള പ്രാങ്ക് കോളൊന്നും വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുക, ബാക്കിയുള്ളവരെ പറ്റിക്കാതിരിക്കുക.